കാലങ്ങളായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 218.44 കോടി രൂപ ചിലവഴിച്ചാണ് പാതയുടെ നവീകരണം നടക്കുന്നത്. തൃശൂർ മുതൽ കുന്നംകുളം വരെയുള്ള റോഡ് നവീകരണമാണ് അതിവേഗം പുരോഗമിക്കുന്നത്. കുടിവെള്ള വിതരണ പൈപ്പുകളടക്കം മാറ്റി സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ആദ്യ കരാറുകാരൻ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് പദ്ധതി പ്രതിസന്ധിയിലായിരുന്നു. തുടർന്ന് എസ്റ്റിമേറ്റ് പുതുക്കി പുതിയ കമ്പനിയെ നിർമ്മാണം ഏൽപ്പിച്ചതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടിയത്. മഴക്കാലത്തിനു മുൻപ് സാധ്യമായ വിധത്തിൽ പണികൾ പൂർത്തിയാക്കാൻ കഴിയും വിധമുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പൂങ്കുന്നത്തിനും പുഴയ്ക്കലിനുമിടയിൽ വെള്ളം ഒഴുകിപ്പോകാനായി വിവിധയിടങ്ങളിൽ കലുങ്കുകൾ പൊളിച്ച് വീതി കൂട്ടി ഉയർത്തി പണിയുന്ന പ്രവൃത്തികളും അതിവേഗം പുരോഗമിക്കുകയാണ്. മുതുവറയിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുന്ന പ്രവൃത്തികളും ഇതോടൊപ്പം നടന്നുവരുന്നു. തൃശൂർ കേച്ചേരി കുന്നംകുളം പെരുമ്പിലാവ് എന്നിങ്ങനെ വിവിധ റീച്ചുകളായി തിരിച്ചാണ് പണികൾ നടന്നുവരുന്നത്. കുന്നംകുളം തൃശൂർ റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സ്ഥലങ്ങളിലെല്ലാം റോഡ് വീതി കൂട്ടിയാണ് നവീകരിക്കുന്നത്. തൃശൂർ പാറമേക്കാവ് മുതൽ ജില്ലാ അതിർത്തിയായ കല്ലുപുറം വരെയുള്ള 33 കിലോമീറ്റർ ദൈർഘ്യമുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. അതേസമയം റോഡ് നവീകരണത്തിന്റെ ഭാഗമായി തൃശൂർ കുറ്റിപ്പുറം റോഡിൽ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. നവീകരണത്തിന്റെ ഭാഗമായി മിക്ക സ്ഥലങ്ങളിലും വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയോ ഒറ്റവരിയായി ഗതാഗതം ക്രമീകരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഗതാഗതക്കുരുക്കിന് യാതൊരു കുറവുമില്ല. ഇവിടങ്ങളിൽ പൊടിശല്യവും രൂക്ഷമാണ്. ന്യൂസ് ഡെസ്ക് TCV.